എന്റെ രാവിലത്തെ ഏറ്റവും വലിയ ടാസ്കുള്ള പണി എന്താണെന്ന് വെച്ചാൽ പൊന്നുവിനെ സ്കൂളിലേക്ക് വിടലാണ്. നേരത്തെ വണ്ടി വന്നിട്ടൊന്നല്ല. നേരത്തെ വണ്ടി വരികയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് നേരെ വൈകി വരുന്നതുകൊണ്ട് അവ എവിടെയെങ്കിലും തെണ്ടി നടക്കുന്നുണ്ടായിരുന്നു. വണ്ടി വന്ന് ഓർണടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കിടന്ന് വിളിക്കണം. പിന്നെ അവനെ വണ്ടിയിൽ കയറ്റി വേറെ പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ അവിടെ കബോർഡൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചു. രാവിലെ തന്നെ അടുപ്പത്തെ പണികളൊക്കെ കഴിയല്ലോ. കബോർഡ് വൃത്തിയാക്കാനായിട്ട് നോക്കിയപ്പോഴാണ് കാപ്പിപ്പൊടി ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ കാപ്പിപ്പൊടി തൈരും കൂടി എടുത്തിട്ട് മുഖത്ത് തേക്കാന്ന് വിചാരിച്ചു. ഇടയ്ക്ക് ഇങ്ങനെ മുഖത്തൊക്കെ തേക്കുന്നത് നല്ലതാണല്ലോ. അതിന്റെ ഇടയിൽ ആരെങ്കിലും വന്ന് ബെല്ലടിച്ചാൽ ഞാൻ കുടുങ്ങിട്ടോ. കാരണം അമ്മ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. വാതിൽ തുറന്നു കൊടുക്കാൻ ഞാൻ എന്നെ ചെല്ലണം. ആരെങ്കിലും കണ്ടാൽ പേടിച്ചോടും. അത് തേച്ച് കഴിഞ്ഞപ്പോഴാണ് കല്ല് വന്നിട്ട് ഇതെന്താ അമ്മ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അവളെ ഞാൻ ബോബോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കബോർഡൊക്കെ തുടയ്ക്കാനായിട്ട് നിന്നു. അതൊക്കെ തുടച്ച് പകുതി ആയപ്പോഴത്തേക്ക് എനിക്ക് വിശക്കൽ തുടങ്ങിട്ടോ. അപ്പൊ എനിക്ക് വിശക്കുന്നത് കണ്ടപ്പോൾ ഞാൻ 2 ഈത്തപ്പഴം എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ബദം വെച്ചിട്ട് കഴിക്കും കേട്ടോ. ആദ്യം ഞാൻ ഈത്തപ്പഴം കഴിക്കില്ലായിരുന്നു. ഏട്ടന് പിന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്. എനിക്ക് ബ്ലഡിന് കുറവുണ്ടായിരുന്നു. എനിക്ക് അത് ഇഷ്ടമില്ല. അപ്പൊ ഏട്ടൻ പറഞ്ഞു അതിന്റെ ഉള്ളിൽ ബദം വെച്ചിട്ട് കഴിച്ചോക്കെ, അപ്പൊ നിനക്ക് ഇഷ്ടമാവും. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ കഴിക്കാതെ കഴിച്ചിട്ട് കല്ലൂന് ഒരു ആപ്പിൾ കൊണ്ട് ചെത്തി കൊടുത്തിട്ട് അവൾ അവിടെ ഇരുന്ന് കളിക്കുകയായിരുന്നു. അത് കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജ് തുടയ്ക്കാനായിട്ട് നിന്നു. ഫ്രിഡ്ജ് പിന്നെ കൂടുതലായിട്ട് തുടയ്ക്കാനൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുക്കുന്നതിനനുസരിച്ച് ക്ലീൻ ചെയ്യും. പിന്നെ വെജിറ്റബിൾസ് വെക്കുന്ന വലിയ ബോക്സ് ഉണ്ടല്ലോ, അതിലാണ് ചെറുതായിട്ടൊരു ചളി ഉണ്ടായിരുന്നത്. അത് പുറത്ത് കൊണ്ട് കഴുകിയിട്ട് പിന്നെ ഞാൻ ആ ഡോറിന്റെ അവിടെയാണ് പിന്നെ പിടിക്കുന്ന അവിടെയാണ് ചളി ഉണ്ടാവും. അതും തുടച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയിട്ട് വെയിലത്ത് വെക്കാൻ നോക്കിയപ്പോൾ വെയിലില്ലല്ലോ, മഴയാണല്ലോ. അപ്പൊ ഞാൻ ഈ അടുപ്പത്ത് വെച്ച് ചൂടത്ത് അവിടെ വെക്കുമ്പോൾ വേഗം ഉണങ്ങി കിട്ടും. പിന്നെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കല്ലു ആപ്പിൾ കഴിച്ചിട്ടില്ല, അവിടെ ബാക്കി വെച്ച് പോയിട്ടുണ്ട് കേട്ടോ 2-3 കഷ്ണം. അപ്പോൾ അതെടുത്ത് കഴിച്ചു. പിന്നെ അമ്മ ഹോസ്പിറ്റലിൽ പോയതായിരുന്നല്ലോ. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ അമ്മയെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അമ്മ വരുന്നുണ്ടെന്ന് കണ്ടേക്ക് അവൾ ഓടി ചെന്നു. അമ്മ എന്തെങ്കിലും ആയിട്ട് കൊണ്ട് ഹോസ്പിറ്റലും പുറത്തേക്ക് എവിടേക്ക് പോവുകയാണെങ്കിൽ അമ്മ എന്തെങ്കിലും കൊണ്ടുട്ടോ. അങ്ങനെ ഞങ്ങൾ ആ മിഠായി ഒക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പഴയ കാലത്തെ നമ്മൾ ഓർമ്മകളിലേക്കുള്ള മിഠായികളാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ ഡൈനിങ്ങൾ എനിക്ക് കുറച്ചും കൂടി ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അത് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടത്, ഞാനിത് മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അതിന്റെ കഴുത്ത് പൊട്ടിച്ചിട്ട് ആരും അറിയാത്ത പോലെ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അമ്മ പറഞ്ഞത് കുട്ടിയുടെ എന്തോ നേരാക്കിയപ്പോൾ വീണ് പൊട്ടിയതാണ്. അപ്പൊ അമ്മ അവിടെ അങ്ങനെ വെച്ചതായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കത് കണ്ടപ്പോൾ നല്ല സങ്കടമായിട്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു. എന്റെ 2-3 കൂടി ഉണ്ട്, അത് ഞാൻ മേലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് വീണ്ടും ഞാൻ മേലോട്ട് പോയിട്ട് മേലെ കുറെ ക്ലീൻ ചെയ്യേണ്ടായിരുന്നു. ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ആകെ വൃത്തിയേടായി കിടക്കായിരുന്നു. എന്നാലും എനിക്ക് നേരം കിട്ടിയിട്ടില്ലായിരുന്നു നേരാക്കാനായിട്ട്. അങ്ങനെ ഞാൻ അവിടെ ഒക്കെ ക്ലീൻ ചെയ്തു. അപ്പൊ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.